ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ തുടർച്ചയായ രണ്ടാം ദിവസവും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തിരിക്കുന്നു ദേവസ്വം വിജിലൻസ്. ശബരിമലയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങളാണ് ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും വിജിലൻസ് ചോദിച്ചറിഞ്ഞത്. എല്ലാം കോടതിയിൽ തെളിയും എന്നായിരുന്നു ചോദ്യം ചെയ്യലിന് ശേഷമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം. 2019 ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ കൈമാറിയത് ചട്ടങ്ങൾ പാലിക്കാതെ എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പുറത്തുവന്നു. അന്ന് കൈമാറിയത് ചെമ്പുപാളികളാണെന്ന ദിവസങ്ങൾക്ക് മുൻപുള്ള നിലപാടിൽ നിന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാർ മലക്കം മറിഞ്ഞിരിക്കുന്നു. വിവാദങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിലും CBI അന്വേഷണം വേണം എന്നതാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ഈ വിവരങ്ങൾ നൽകാനുള്ളത് MG പ്രതീഷും AV ജയശങ്കറുമാണ്. നമുക്ക് അവരുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. അതിനിടയിൽ ഇന്ന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രതികരണങ്ങളുണ്ട്, അതിലേക്കാണ് ആദ്യം. ഉദ്യോഗസ്ഥർ ചോദിച്ചതിനെ കറക്റ്റായിട്ട് മറുപടി പറഞ്ഞു. അതൊക്കെ ഹൈക്കോടതിയിൽ ഇപ്പൊ അന്വേഷണത്തിലെല്ലാം വെളിപ്പെടും. എന്നെ പ്രതിക്കൂട്ടിലാക്കി എന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാര്യം സത്യം തെളിയുമല്ലോ ഇന്നല്ലെങ്കിൽ നാളെ. അതിനുള്ള സമയം തന്നാലല്ലേ പറ്റുള്ളൂ. 44 കിലോ സ്വർണം കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നപ്പോൾ 38 കിലോ സ്വർണമേ ഉള്ളൂ. 6 കിലോ സ്വർണത്തിന്റെ കുറവ് വന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇത് ചെമ്പ് പാളിയാണ്, ഇത്രയും തൂക്കം വരുന്നത് ചെമ്പ് പാളിയാണ്, അതിന് പ്ലേറ്റ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ ഗോൾഡ് പ്ലേറ്റഡ് ആണല്ലോ, അല്ലാതെ ഈ പറയുന്ന പോലെ കിലോ കണക്കിന് സ്വർണ്ണമൊന്നും അതിലില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലും സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടക്കണം എന്നാണ് എൻ്റെ ആവശ്യം. ഈ പാളി പോയിട്ട് എത്രയോ കൊല്ലമായി, എന്നിട്ട് ഈ ഭരണസമിതി വന്നിട്ടല്ലേ കണ്ടുപിടിച്ചത്. ഇതിന് മുമ്പുള്ളവരാരും കണ്ടുപിടിച്ചില്ലല്ലോ. തൂക്കിയിട്ട് 4.5 കിലോ ആണ് ഇതെന്ന് പറഞ്ഞത്. അപ്പൊ എത്ര കോടിയുടെ സ്വർണമാണ് മിസ്റ്ററെ? ഇത് എന്തൊരു വഞ്ചനയാണ്. അല്ലെ, ഗൂഢസംഘം ദേവസ്വം ബോർഡ് ഇല്ലെങ്കിൽ ഇത് എങ്ങനെ പോകും? കാരണം ഇന്നത്തെ ഭരണ സംവിധാനം തന്നെ മാറണം. വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു MG പ്രതീഷും AV ജയശങ്കറും. പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്നും, ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. പ്രതീഷ്, ഇന്നിപ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തുടർച്ചയായ രണ്ടാം ദിവസവും ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. 4 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ. എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്? എന്തെല്ലാം കാര്യങ്ങളാണ് ദേവസ്വം വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ചോദിച്ചറിയാൻ ശ്രമിച്ചത്? ഈ താൻ നിരപരാധിയാണ്, എല്ലാം കാലം തെളിയിക്കും എന്നൊക്കെയുള്ള പ്രതികരണത്തിനപ്പുറത്തേക്ക് കാതലായ ഏതെങ്കിലും ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നുണ്ടായോ? GK, പ്രധാനമായും സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അത് പരിശോധിക്കുക, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനയും മൊഴിയെടുപ്പും നടത്തുകയാണ് നിലവിൽ ദേവസ്വം വിജിലൻസ്. പക്ഷേ ആരോപണങ്ങൾ പൂർണ്ണമായും അന്വേഷണ സംഘത്തിന് മുന്നിൽ നിഷേധിക്കുന്ന സമീപനമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ ശബരിമലയെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി താൻ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള ഒരു വാദമാണ് അദ്ദേഹം തുടർച്ചയായി ഇന്നലെയും ഇന്നും ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ വച്ചത്. ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയതിൽ തനിക്ക് ഒരു തരത്തിലും വീഴ്ച ഉണ്ടായിട്ടില്ല. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച തൻ്റെ തലയിൽ കെട്ടിവയ്ക്കരുത് എന്ന് അദ്ദേഹം പറയുകയായിരുന്നു. കാരണം ഉദ്യോഗസ്ഥർ ഈ സ്വർണ്ണപ്പാളി അല്ലെങ്കിൽ ഇത് ചെമ്പ് പാളി സ്വർണം പൂശാൻ നൽകുന്ന ഘട്ടത്തിൽ കൃത്യമായി ഉത്തരവ് ഇറക്കിയിരുന്നു. ആ ഉത്തരവിൽ ഉൾപ്പെടെ പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ്. അതിൽ അന്വേഷണം നടക്കട്ടെ, തൻ്റെ ഭാഗം ക്ലിയർ ആണ് എന്നുള്ള ഒരു നിലപാട് അദ്ദേഹം ആവർത്തിക്കുന്നു. പക്ഷേ അപ്പോഴും ദേവസ്വം വിജിലൻസിന് മുന്നിൽ സംശയങ്ങൾ അനവധിയാണ്. കാരണം 2019 അറ്റകുറ്റപ്പണിക്ക് ചെന്നൈയിലേക്ക് കൊണ്ടുപോകേണ്ട ഈ സ്വർണ്ണപ്പാളികൾ എന്തിന് ബംഗളൂരുവിൽ കൊണ്ടുപോയി, അതാ മറ്റൊരു അമ്പലത്തിൽ പ്രദർശിപ്പിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിന് പിന്നിൽ എന്തെങ്കിലും തരത്തിൽ മറ്റ് ഇടപാടുകൾ ഉണ്ടോ എന്നതാണ് ദേവസ്വം വിജിലൻസ് പരിശോധിക്കുന്നത്. പക്ഷേ ഈ സ്വർണ്ണപ്പാളിയുടെ പേരിൽ താൻ പണപ്പിരിവ് നടത്തിയിട്ടില്ല എന്നതാണ് ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ പ്രതികരണം. ഇത് ഒരു പ്രാർത്ഥനയും പൂജയും മാത്രമാണ് ഈ സ്വർണ്ണപ്പാളി ഉപയോഗിച്ച് നടത്തിയത്, അല്ലാതെ അതിൻ്റെ പേരിൽ സ്പോൺസർഷിപ്പ് നടത്തുകയോ അല്ലെങ്കിൽ മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പണപ്പിരിവ് നടത്തുകയോ ചെയ്തിട്ടില്ല. ഇതിൻ്റെ എല്ലാം തന്നെ ഉത്തരം അല്ലെങ്കിൽ ഇതിൻ്റെ സത്യം കാലം തെളിയിക്കുമെന്നതാണ് ഇത് കഴിഞ്ഞതിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഒപ്പം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതികരിക്കാനില്ലെന്ന് കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ 2019 ഈ
ഈ സ്വർണം പ്ലേറ്റ് ചെയ്ത ഈ സ്വർണ്ണപ്പാളികൾ എങ്ങനെ ചെമ്പ് പാളി ആയി എന്ന ചോദ്യം ഇപ്പോഴും ഉയരുന്നു. അതിൽ ഉൾപ്പെടെ വലിയ ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്നു. നേരത്തെ സ്വീകരിച്ച നിലപാടിൽ നിന്ന് ഈ പത്മകുമാർ ഉൾപ്പെടെ മലക്കം മറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് ഇതിന് പിന്നിൽ, അല്ലെങ്കിൽ ഈ സ്വർണം ചെമ്പായതിന് പിന്നിൽ ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ദേവസ്വം വിജിലൻസ് പരിശോധിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അക്കാലത്തുണ്ടായിരുന്ന ദേവസ്വം ഉദ്യോഗസ്ഥരെ അടക്കം അവരിൽ നിന്നടക്കം മൊഴി രേഖപ്പെടുത്താനാണ് വിജിലൻസിന്റെ തീരുമാനം. നേരത്തെ ഉണ്ടായിരുന്ന മഹസറിലടക്കം മഹസർ പരിശോധിക്കുമ്പോൾ പോലും വലിയ വീഴ്ചകൾ പുറത്തു വരുന്നുണ്ട്. കാരണം അന്ന് ഈ പാളികൾ, ചെമ്പ് പാളികൾ അവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ ഈ തിരുവാഭരണം കമ്മീഷണർ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. അവരുടെ മേൽനോട്ടം വഹിക്കണമെന്ന് കൃത്യമായി ഉത്തരവിൽ പറഞ്ഞിട്ടും ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഒന്നും തന്നെ അതിൽ ഉണ്ടായിരുന്നില്ല. തിരികെ സ്വർണം പൂശി സന്നിധാനത്തിൽ എത്തിക്കുന്ന ഘട്ടത്തിൽ ഭാരപരിശോധന നടത്തിയില്ല. അങ്ങനെ വലിയ വീഴ്ചകൾ ഉദ്യോഗസ്ഥ തലത്തിലും സംഭവിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളിലടക്കം വിശദമായ പരിശോധന നടത്താനാണ് ദേവസ്വം വിജിലൻസിന്റെ തീരുമാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.